നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 2 ദിവസങ്ങളിലായി നടന്നുവന്ന CPM കട്ടപ്പന ഏരിയ സമ്മേളനം സമാപിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ BJPയുമായി കോൺഗ്രസ് വോട്ട് കച്ചവടം നടത്തിയെന്നും ഇതിന്റെ പ്രത്യുപകാരമാണ് പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും M. സ്വരാജ്. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറിയായി മാത്യു ജോർജിനെ തെരഞ്ഞെടുത്തു. അടിച്ചാൽ തിരിച്ചടിക്കണമെന്ന് M. മണി MLA. എങ്കിലേ പ്രസ്ഥാനം നിലനിൽക്കൂ. ഞാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പണ്ട് നേരിട്ടടിച്ചിട്ടുണ്ട്. ബലപ്രയോഗത്തിന്റെ നിയമത്തിൽ ജനങ്ങൾ ശരിയെന്ന് പറയണമെന്നും M. മണി. മണ്ഡലകാലം പകുതി പിന്നിട്ടതോടെ ജില്ലയിലെ കാനനപാതയിലൂടെ തീർത്ഥാടക പ്രവാഹം. 18 ദിവസം കൊണ്ട് കാനനപാതയിലൂടെ ശബരിമലയിലെത്തിയത് 35,000-ലധികം പേർ. ഏറ്റവും അധികം പേർ കാനനപാത ഉപയോഗപ്പെടുത്തിയത് വെള്ളി ശനി ദിവസങ്ങളിൽ. മൂന്നാറിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ പ്രത്യേക ദൗത്യവുമായി വനം വകുപ്പ്. വനം വകുപ്പിന്റെ നടപടി സാധാരണയായി എത്തുന്ന കാട്ടാനകളെ കൂടാതെ കൂടുതൽ കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് എത്തിയതോടെ വനം വകുപ്പിന്റെ ശ്രമം കാട്ടാനകളെ ആനമുടി ദേശീയ ഉദ്യാനത്തിലേക്ക് തുരത്താൻ. വിശദമായ വാർത്തകൾ. തൃശൂരിൽ BJPയുമായി കോൺഗ്രസ് വോട്ട് കച്ചവടം നടത്തിയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. CPM കട്ടപ്പന ഏരിയ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിന്റെ പ്രത്യുപകാരമാണ് പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും M. സ്വരാജ് പറഞ്ഞു. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറിയായി മാത്യു ജോർജിനെ തെരഞ്ഞെടുത്തു. 2 ദിവസമായി നടന്നുവന്ന CPM കട്ടപ്പന ഏരിയ സമ്മേളനമാണ് സമാപിച്ചത്. കട്ടപ്പന ഏരിയ സെക്രട്ടറിയായി മാത്യു ജോർജിനെ സമ്മേളനം തെരഞ്ഞെടുത്തു. തുടർന്ന് ടൗൺഹാൾ പരിസരത്ത് നിന്നും റെഡ് വോളണ്ടിയർ മാർച്ച് നടന്നു. ഓപ്പൺ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് നഷ്ടമായ അധികാരം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് BJP വർഗീയ ശക്തികളുമായി കൂട്ടുപിടിക്കുന്നുവെന്നും തൃശൂരിൽ BJPയുമായി കോൺഗ്രസ് വോട്ട് കച്ചവടം നടത്തിയെന്നും ഇതിന്റെ പ്രത്യുപകാരമാണ് പാലക്കാട്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം ആരോപിച്ചു. രാജ്യത്തെ BJPക്ക് പൊതുവിൽ സ്വീകാര്യത കുറഞ്ഞു വരുന്ന ഈ ഘട്ടത്തിൽ പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളമോ, കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി താമര അടയാളത്തിൽ ഒരാൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ജയിച്ചു. അത് മലയാളികൾ ആത്മപരിശോധന നടത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ്. കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഒന്നും അത് വെല്ലുവിളിക്കുന്നില്ല. മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധാർമികമായ വോട്ട് കച്ചവടത്തിന്റെ ഫലമായി അത് രൂപപ്പെട്ടു വന്നു എന്ന് നാം കാണണം. നമ്മുടെ രാജ്യത്തെ തന്നെ വർഗീയ രാഷ്ട്രീയത്തിന്റെ വളർച്ചയുടെ ചരിത്രം പരിശോധിച്ചാൽ പ്രതിക്കൂട്ടിൽ സ്ഥിരമായി നിൽക്കേണ്ടി വരുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. എങ്ങനെ ഇന്ത്യ പോലൊരു രാജ്യത്ത് വർഗീയ രാഷ്ട്രീയം സ്വാധീനമുറപ്പിച്ചു നാം പരിശോധിക്കേണ്ടതാണ്. സമാപന സമ്മേളനത്തിൽ നേതാക്കളായ M. മണി, KS മോഹനൻ, VR സജി, മാത്യു ജോർജ്, PB ഷാജി, MC ബിജു, KP സുമോദ്, പൊന്നമ്മ സുഗതൻ, CR മുരളി, VV ജോസ്, SS പാൽരാജ്, KM വിനീഷ് കുമാർ, ലിജോബി ബേബി, TGM രാജു, ജലജ വിനോദ്, PV സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തിന് ശേഷം രാഹുൽ കൊച്ചാപ്പിയും സംഘവും അവതരിപ്പിച്ച കോട്ടയം തുടിയുടെ നാടൻ പാട്ടും അരങ്ങേറി. അടിച്ചാൽ തിരിച്ചടിക്കണമെന്ന് M. മണി MLA. എങ്കിലേ പ്രസ്ഥാനം നിലനിൽക്കൂ. പ്രതിഷേധിക്കുമ്പോൾ ജനങ്ങളെ കൂടെ നിർത്തണം. അടിച്ചാൽ ആളുകൾ നന്നായി എന്ന് പറയണം. ഞാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പണ്ട് നേരിട്ടടിച്ചിട്ടുണ്ട്. ബലപ്രയോഗത്തിന്റെ നിയമത്തിൽ ജനങ്ങൾ ശരിയെന്ന് പറയണമെന്നും M. മണി പറഞ്ഞു. CPM ശാന്തൻപാറ ഏരിയ സമ്മേളനത്തിലാണ് M. മണിയുടെ പ്രസംഗം. അടിച്ചാൽ തിരിച്ചടിച്ചില്ല, പ്രസ്ഥാനം നിൽക്കത്തില്ല. നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക, പ്രതിഷേധിക്കുന്നതിൽ തിരിച്ചടിക്കുക. പ്രതിഷേധിക്കുന്ന എന്തിനാണ്? ആളുകളെ നമ്മുടെ കൂടെ നിർത്താനാണ്. തിരിച്ചടിക്കുക, ആ ചെയ്തത് നന്നായി എന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. അടിച്ചാൽ തിരിച്ചടിച്ചില്ലേ ഉണ്ടല്ലോ, തല്ലുകൊള്ളാൻ തന്നെ ആരെങ്കിലും അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം. തമാശല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ നേതാക്കന്മാരെല്ലാം നേരിട്ടടിച്ചിട്ടുണ്ട്. ഞാനൊക്കെ അടിച്ചിട്ടുണ്ട്. മരിച്ചുപോയ നമ്മുടെ സഹാക്കൾ മരിച്ചുകൊണ്ട് നേരിട്ടടിച്ചിട്ടുണ്ട്. നേരിട്ട് അല്ലാതെ ചുമ്മാ സൂത്രപ്പടി കൊണ്ട് പ്രസംഗിക്കാൻ നടന്ന പ്രസ്ഥാനം കാണുന്നില്ല. ഇവിടെ എത്ര പേര് നമ്മുടെ സഹാക്കളെ എത്ര ആളുകളെ കൊന്നെന്നറിയോ? എത്ര പേര്? കാമരാജ് എങ്ങനെ മരിച്ചു?
കാമരാജിനെ കൊന്നു, തങ്കപ്പനെ വെട്ടിക്കൊന്നു, നിരവധി ആളുകൾ, അയ്യപ്പദാസ്, പാപ്പമ്മാള്, ഭസന്താപത്തർ, അത് വെടിവെച്ച് കൊന്നു പരവർഗം. അതിനെല്ലാം നേരിട്ട് ഞങ്ങൾ തമാശല്ല, നിങ്ങൾ പലരും നേരിട്ട് നിന്ന് അടിച്ചിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ എന്നോർത്തപ്പോ നാളെ മേലെ ഇറങ്ങി കവലയിൽ ഇറങ്ങി സംഘർഷം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ എടുത്തതും കിട്ടിയല്ല. നിൽക്കൂ, സമാധാനമില്ലാത്ത പോകരുതെന്ന് കാണിച്ചാൽ നമ്മുടെ കൂടെ ആരും നിൽക്കുകയല്ല. ആളുകൾ പറയണം നമ്മളെ അടിച്ചാൽ തിരിച്ചടിച്ചു, അത് കൊള്ളാം. ജനങ്ങൾ അംഗീകരിക്കുന്ന മാർഗം സ്വീകരിക്കാം. അത് ശരിയായില്ല മണി സഖാവ് ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാ സഹാക്കന്മാരും അങ്ങനെ ചെയ്താൽ പിന്നെ പ്രസ്ഥാനം കാണുമോ? ആണില്ല. അടിച്ചാലും ജനങ്ങൾ കേൾക്കുമ്പം അത് വേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. അത് ശരിയായില്ലെന്ന് പറഞ്ഞാൽ അതാണ് രാജ്യത്തെ ബലപ്രയോഗത്തിൻ്റെ നിയമമുള്ള. കമ്മ്യൂണിസ്റ്റുകാർ ബലപ്രയോഗത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്നത് കേൾക്കുന്നവരും കാണുന്നവരും ജനങ്ങൾ ശരിയാണ് എന്ന് പറയണം. അത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായില്ല, അത് തന്നെയാണ്. അതുകൊണ്ട് ജനങ്ങൾ ശരിയല്ല എന്ന് പറയുന്ന മാർഗം നമ്മൾ സ്വീകരിക്കരുത്. ജനങ്ങൾ ശരിയെന്ന് പറയുന്ന മാർഗം നമ്മൾ സ്വീകരിക്കണം. മണ്ഡലകാലം പകുതി പിന്നിട്ടതോടെ ജില്ലയിലെ കാനനപാതയിലൂടെ തീർത്ഥാടക പ്രവാഹം. 35,000-ലധികം പേരാണ് 18 ദിവസം കൊണ്ട് കാനനപാതയിലൂടെ ശബരിമലയിലെത്തിയത്. വെള്ളി ശനി ദിവസങ്ങളിലാണ് ഏറ്റവും അധികം പേർ കാനനപാത ഉപയോഗപ്പെടുത്തിയത്. വെള്ളിയാഴ്ച മാത്രം പുല്ലുമേട് വഴി 2722 പേർ എത്തിയപ്പോൾ ശനിയാഴ്ച ഈ പാതയിലൂടെയുള്ള തീർത്ഥാടകരുടെ എണ്ണം 3000 കടന്നു. 1284 പേരാണ് വെള്ളിയാഴ്ച മുക്കുഴി വഴി എത്തിയത്. വണ്ടിപ്പെരിയാർ, സത്രം, പുല്ലുമേട് വഴി 18,951 പേരും കരിമല പാതയിലെ അഴുതക്കടവ്, മുക്കുഴി വഴി 18,317 തീർത്ഥാടകരും ഇതിനകം സന്നിധാനത്തെത്തി. ഇരുപാതയിലൂടെയും രാവിലെ 6 മുതലാണ് തീർത്ഥാടകർക്ക് പ്രവേശനം നൽകുന്നത്. ഉച്ചയ്ക്ക് 1 മണിവരെ പ്രവേശന കവാടത്തിലെത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. മഴ മാറിയതോടെ കാനനപാത സുരക്ഷിതവും സഞ്ചാരയോഗ്യവുമാണെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥ കാരണം ഡിസംബർ 2, 3 തീയതികളിൽ പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. തീർത്ഥാടകരെ ഗ്രൂപ്പുകളാക്കിയാണ് കാനനപാതയിലൂടെ കടത്തിവിടുന്നത്. യാത്രയിലുടനീളം ഫോറസ്റ്റ്, എക്കോ ഗാർഡുമാരുടെ നിരീക്ഷണം വനംവകുപ്പ് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് തീർത്ഥാടകർ പറഞ്ഞു. തീർത്ഥാടനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയും എളുപ്പമുള്ള ഒരു വഴിയാണ് നമ്മൾ എപ്പോഴും തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതാകുമ്പം കാനനപാതയാണ്ട് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇപ്രാവശ്യം കുറച്ചും കൂടെ ബുദ്ധിമുട്ടി വരാം എന്നുള്ള ഇതിലാണ് നമ്മൾ ഈ വഴി തിരഞ്ഞെടുത്തത്. 18 ദിവസം കൊണ്ടാണ് 35,000-ലധികം പേർ കാനനപാതയിലൂടെ ശബരിമലയിൽ എത്തിയത്. വെള്ളി ശനി ദിവസങ്ങളിലാണ് ഏറ്റവും അധികം തീർത്ഥാടകർ കാനനപാത ഉപയോഗപ്പെടുത്തിയത്. പുല്ലുമേട് വഴി കാനനപാതയിലൂടെ ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്ക് ഉരക്കുഴി തീർത്ഥ സ്നാനത്തിന് പ്രിയമേറുന്നു. മണ്ഡലകാലം സജീവമായതോടെ സന്നിധാനത്ത് നിന്നും വെറും 900 മീറ്റർ മാത്രം അകലെ പാണ്ടിത്താവളത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഉരക്കുഴിയിൽ കുളിക്കാനെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ദിവസവും 1000-ലധികം പേരാണ് ഇവിടെ മുങ്ങിക്കുളിക്കാനെത്തുന്നത്. പമ്പയുടെ കൈവഴിയിലെ കുമ്പളം തോട്ടിൽ നിന്ന് പാറക്കെട്ടുകൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്ന ചെറു വെള്ളച്ചാട്ടമാണ് ഉരക്കുഴി തീർത്ഥം. വെള്ളം പതിച്ച പാറ ഉരൽ പോലെ കുഴിയായെന്നും ഉരൽക്കുഴി ലോപിച്ച ഉരക്കുഴിയായെന്നുമാണ് വിശ്വാസം. ഒരു സമയം ഒരാൾക്ക് മാത്രമാണിവിടെ മുങ്ങിക്കുളിക്കാൻ കഴിയുക. മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ ഈ കാനന തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് സന്നിധാനത്ത് എത്തിയെന്ന വിശ്വാസത്തിന്റെ ചുവട് പിടിച്ചാണ് അയ്യപ്പ ഭക്തർ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൽ മുങ്ങിക്കുളിക്കുന്നത്. മൂന്നാറിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ പ്രത്യേക ദൗത്യവുമായി വനം വകുപ്പ്. സാധാരണയായി എത്തുന്ന കാട്ടാനകളെ കൂടാതെ കൂടുതൽ കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് എത്തിയതോടെയാണ് വനം വകുപ്പിന്റെ നടപടി. ആനമുടി ദേശീയ ഉദ്യാനത്തിലേക്ക് തുരത്താനാണ് ശ്രമം. കഴിഞ്ഞ ദിവസം വൈകുന്നേരം പഴയ മൂന്നാറിനോട് ചേർന്നുള്ള പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരുന്നു. തുടർന്ന് ഡ്രോൺ സഹായത്തോടെ നിരീക്ഷണം നടത്തി. പടക്കം പൊട്ടിച്ച് ജനവാസ മേഖലയിൽ ഇറങ്ങാതെ തടഞ്ഞു. ഇവയെ കൂടാതെ മറ്റൊരു കാട്ടാനക്കൂട്ടവും കല്ലാറിലെ മാലിന്യ പ്ലാന്റിന് സമീപം 2 കാട്ടാനകളും ഇറങ്ങിയിരുന്നു. പടയപ്പയെ കൂടാതെയാണ് കൂടുതൽ ആനകൾ എത്തുന്നത്. ഇതോടെയാണ് ആനകളെ തുരത്താൻ വനംവകുപ്പ് നടപടി ആരംഭിച്ചത്. പെട്ടിമുടി RRT സംഘം ഉൾപ്പെടെ 20 പേർ അടങ്ങുന്നതാണ് ദൗത്യസംഘം. വനത്തിനുള്ളിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് നീങ്ങുന്ന കാട്ടാനകളെ ഡ്രോണിന്റെ സഹായത്തോടെ നിരീക്ഷണം നടത്തിയതിനു ശേഷം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കാട്ടിലേക്ക് തുരത്തുന്നതിനാണ് നീക്കമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു.
ഇതൊരു ചെറിയ ഫയർവുഡ് ഏരിയയാണ് കമ്പനിയുടെ. അപ്പം ഈ മൂന്നാർ ടൗണിനോട് 1/2 കിലോമീറ്റർ മാറിയാണ് ഈ ആനകൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ആന ഇവിടെ നിൽക്കുന്നത് വളരെ അപകടകരമായിട്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് സേഫായിട്ടുള്ള സ്ഥലത്തോട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വാച്ചർമാരെ നമ്മൾ എല്ലാ സ്ഥലത്തും എലിഫന്റ് ഗ്യാങ്ങിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് ആനകളെ സംബന്ധിച്ചുള്ള വിവരം തരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തന്നെ രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആനകളുടെ സ്ഥാനത്തെപ്പറ്റി കൃത്യമായിട്ട് ഈ കണ്ണദേവൻ കമ്പനിയുടെ സഹായത്തോടെ നമ്മൾ മെസ്സേജുകൾ ചെയ്യുന്നുണ്ട്. പെട്ടിമുടി ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വിതച്ച 6ഓളം കാട്ടാനകളെയാണ് ഇപ്പോൾ കാട്ടിലേക്ക് തുരത്താൻ ശ്രമം തുടരുന്നത്. ആനമുടി ദേശീയ ഉദ്യാനത്തിലേക്ക് കാട്ടാനകളെ കയറ്റിവിടുന്നതിനാണ് വനംവകുപ്പിന്റെ ശ്രമം. തോട്ടം മേഖലയ്ക്ക് സമീപം തമ്പടിക്കുന്ന ആനകൾ ഉച്ചയ്ക്ക് ശേഷം ജനവാസ മേഖലയിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. കാട്ടാന ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിഷേധം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വനംവകുപ്പിന്റെ ഇടപെടൽ. വരും ദിവസങ്ങളിലും ശ്രമം തുടരും. കൃഷിയിടത്തിൽ നിന്നും പച്ചയേലയ്ക്ക മോഷണം നടത്തിയ 2 പേരെ വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തു. വണ്ടൻമേട് പുന്നത്താനം അഭിജിത്ത് മനോജ്, നായരു സിറ്റി വാണിയപ്പുരയ്ക്കൽ ബിബിൻ ബാബു എന്നിവരാണ് അറസ്റ്റിലായത്. 50 കിലോയോളം പച്ചയേലയ്ക്ക ഇവരിൽ നിന്നും കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസം അമ്പലമേട് ഭാഗത്താണ് ഏലത്തോട്ടത്തിൽ പ്രതികൾ മോഷണം നടത്തിയത്. മോഷണം നടന്ന ഉടനെ വിവരം അറിഞ്ഞ നാട്ടുകാർ തിരച്ചിൽ നടത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു. തുടർന്ന് ഇവരെ പോലീസിന് കൈമാറി. വൈകുന്നേരം 4 മണിയോടുകൂടി 2 യുവാക്കൾ സ്പൈസ് പാർക്കിന് മുൻവശം റോഡിൽ പരുങ്ങിയ നിലയിൽ ഈ കീറിയ വസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് പരുങ്ങുന്നത് കണ്ട് നാട്ടുകാർ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർ മോഷ്ടാക്കളാണെന്നും മോഷ്ടിച്ച കായ കുറ്റടിയിൽ തന്നെയുള്ള ഒരു വ്യാപാര സ്ഥാപനത്തിൽ വിൽപ്പന നടത്തിയെന്നും പറഞ്ഞത്. ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും വണ്ടമേട് IP അവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ഇവര് നിരവധി സ്ഥലങ്ങളിൽ മോഷണം നടത്തി എന്ന് അറിവാകുന്നുണ്ടെങ്കിലും അത് ഏതെല്ലാം തോട്ടത്തിൽ നിന്നാണ് എന്ന് ഞങ്ങൾ പരിശോധിച്ച് വരികയാണ്. ഇവരുടെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഏലത്തിൻ്റെ ചൂടുഭാഗം ചേർന്നുള്ള ശരം വേർപെടുത്തി മറ്റാരും ഒറ്റ നോട്ടത്തിൽ അറിയാത്ത രീതിയിൽ ശരഭാഗം അടർത്തി മാറ്റി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഏലക്ക പറിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഇവർ പിന്തുടരുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ മേഖലയിൽ പല ഏലത്തോട്ടങ്ങളിലും പച്ച ഏലക്ക മോഷണം പതിവായി മാറിയിരിക്കുകയാണ്. ചില കേസുകളിൽ മോഷ്ടാക്കൾ പിടിയിലായിട്ടുണ്ടെങ്കിലും തോട്ടങ്ങളിൽ ഏലത്തിന്റെ ശരമടക്കം ചെത്തിക്കടത്തുന്നത് പതിവായതോടെ കർഷകർക്കിടയിൽ വലിയ ആശങ്ക രൂപപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ പുറ്റടിയിൽ നടന്ന മോഷണത്തിൽ പ്രതികളെ കൈയോടെ പിടികൂടാനായത് നാട്ടുകാർക്കും പോലീസിനും വലിയ ആശ്വാസമായിട്ടുണ്ട്. കട്ടപ്പന ASP രാജേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം വണ്ടൻമേട് CI ഷൈൻകുമാറിന്റെ നേതൃത്വത്തിൽ SI ബിനോയ് എബ്രഹാം, ഗ്രേഡ് SI വിനോദ് കുമാർ KN, SCPO ഫൈസൽ മോൻ ജയൻ എന്നിവരാണ് കേസിൽ അന്വേഷണം നടത്തിയിരുന്നത്. മുൻപ് ഈ മേഖലയിൽ നടന്ന മറ്റു മോഷണ സംഭവങ്ങളിലും പ്രതികൾക്ക് പങ്കുള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ശരമടക്കം ചെത്തിമാറ്റിയ നിലയിൽ 50 കിലോയോളം പച്ച ഏലയ്ക്ക പ്രതികളിൽ നിന്നും കണ്ടെടുത്തു. ഇവരെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഉപ്പുതറയിൽ ഏലക്ക മോഷ്ടിച്ച 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചീന്തലാർ 3-ാം ഡിവിഷൻ കമ്പിലയത്തിൽ കണ്ണൻ M. റജി, ആനപ്പള്ളം പുത്തൻപറമ്പിൽ PR സന്തോഷ്, 3-ാം ഡിവിഷൻ 3 മുറിലയത്തിൽ പ്ലാമൂട്ടിൽ ജിനു വർഗീസ് എന്നിവരാണ് ഉപ്പുതറ പോലീസിന്റെ പിടിയിലായത്. മേരികുളം നിരപ്പേൽക്കട പുല്ലാട്ട് റജിയുടെ ചീന്തലാർ 3-ാം ഡിവിഷനിലെ പാട്ടഭൂമിയിൽ നിന്നുമാണ് ഇവർ 25 കിലോ പച്ച ഏലക്ക മോഷ്ടിച്ചത്. ശരം ഉൾപ്പെടെ മുറിച്ചെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് റജിയുടെ തന്നെ പൂട്ടിയിട്ടിരുന്ന വീട്ടിലിരുന്ന ശരത്തിൽ നിന്നും ഏലക്ക അടർത്തി മാറ്റുന്നതിനിടെയാണ് ഇവർ പിടിയിലായത്. പുറത്തുനിന്നും പൂട്ടിയിട്ടിരുന്ന വീടിനുള്ളിൽ ആളനക്കം ഉണ്ടെന്ന് സമീപവാസികൾ അറിഞ്ഞതോടെ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഉപ്പുതറ പോലീസ് സ്ഥലത്തെത്തി 3 പേരെയും കസ്റ്റഡിയിലെടുത്തു. ഏലക്കായ്ക്ക് വില ഉയർന്നതോടെ ശരം മുറിച്ചുള്ള മോഷണം പ്രദേശത്ത് വ്യാപകമായിട്ടുണ്ട്. പ്രതികളെ കട്ടപ്പന കോടതിയിൽ ഹാജരാക്കി. ഏലമല പ്രദേശങ്ങൾ വനഭൂമിയാക്കാനുള്ള ഗൂഢതന്ത്രങ്ങളിൽ സർക്കാരുകൾ അടിയന്തരമായി ഇടപെട്ട് ഇടുക്കിയിലെ കർഷകർക്ക് നീതി ഉറപ്പാക്കണമെന്ന് ഇടുക്കി രൂപത പാസ്റ്റൽ കൗൺസിൽ ആവശ്യപ്പെട്ടു. വാഴത്തോപ്പ് കത്തീഡ്രൽ പാരിഷ് ഹാളിൽ ചേർന്ന 7ാമത് യോഗത്തിന്റെ പ്രഥമ സമ്മേളനത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. 2024 ഒക്ടോബർ 24 സുപ്രീം കോടതിയുടെ ഇടക്കാല വിധിയനുസരിച്ച് ജില്ലയിലെ ഏലമല പ്രദേശങ്ങളിൽ പുതിയ പട്ടയങ്ങൾ നൽകുന്നത് നിരോധിച്ചിട്ടുള്ളതും വാണിജ്യ ആവശ്യങ്ങൾക്ക് ഭൂമി ഉപയോഗിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളതും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് നടപ്പിലായാൽ നാളുകളിൽ മലയോര മേഖലയിലെ ജനജീവിതം കൂടുതൽ ദുരിതപൂർണമാകും. ഇത് ജനങ്ങളിൽ വലിയ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിലുള്ള എല്ലാ ആധികാരിക രേഖകളും അനുസരിച്ച് ഏലമല പ്രദേശങ്ങൾ റവന്യൂ ഭൂമിയാണ്. എന്നാൽ ഇത് വനഭൂമിയാണെന്ന് സ്ഥാപിക്കാനുള്ള നിക്ഷിപ്ത താൽപര്യക്കാരുടെ നീക്കം അപലപനീയമാണ്. ഈ സാഹചര്യത്തിൽ സർക്കാരുകൾ സാധ്യമായതൊക്കെയും ചെയ്ത് കർഷകർക്ക് നീതി നടപ്പിലാക്കുകയും ആശങ്കകൾ ദൂരീകരിക്കുകയും ചെയ്യണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു.
കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അവതരിപ്പിച്ച പ്രമേയം യോഗം ഏകകണ്ഠേന പാസാക്കി. പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങൾ സന്ദേശവാഹകരാണെന്ന ഉദ്ഘാടന സന്ദേശത്തിൽ മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. രൂപതയുടെ രജത ജൂബിലിയിലേക്ക് അടുക്കുന്ന ഈ കാലഘട്ടത്തിൽ നിശ്ചയദാർഢ്യത്തോടും അർപ്പണബോധത്തോടും കൂടി വിശ്വാസ കാര്യങ്ങളിലും സാമൂഹിക വിഷയങ്ങളിലും എല്ലാവരും പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രൂപതാ ചാൻസലർ ഡോക്ടർ മാർട്ടിൻ പൊൻപനാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൗരസ്ത്യ വിദ്യാപീഠം പ്രൊഫസർ ഡോക്ടർ ജോർജ് തെക്കേക്കര ക്ലാസ് നയിച്ചു. തുടർന്ന് വിശ്വാസപരവും സാമൂഹികവുമായ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടന്നു. രൂപതാ മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ നേതൃത്വം നൽകി. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ, മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ്, പ്രൊവിൻഷ്യൽ സുപ്പീരിയർമാരായ സിസ്റ്റർ ടെസ്ലിൻ SH, സിസ്റ്റർ റൂസിൻ FCC, സിസ്റ്റർ ലിറ്റി ഉപ്പുമാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പുതറ വില്ലേജിലെ 6 സർവേ നമ്പറുകളിലുള്ള ഭൂമിയുടെ കരം സ്വീകരിക്കുന്നില്ലെന്ന പരാതിക്ക് അടിയന്തര പരിഹാരം കാണുമെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ. ഉപ്പുതറ വില്ലേജിലെ 338, 594, 595, 800, 916, 917 എന്നീ 6 സർവേ നമ്പറുകളിലുള്ള കർഷകർക്കാണ് ഭൂമിയുടെ കരമടയ്ക്കാൻ സാധിക്കാത്തത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ നിയമസഭയിൽ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്നും അടിയന്തര നടപടി ഉണ്ടാകുമെന്നും MLA പറഞ്ഞു. പരിമിത കർഷകരുടെ സ്ഥലത്തിന് കരം എടുക്കുന്നില്ല എന്ന പരാതി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് ഞാൻ കേരള നിയമസഭയിൽ ഒരു സബ്മിഷൻ കൊണ്ടുവന്നിരുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു കാലഘട്ടത്തിൽ PMT കമ്പനിയുടെ സ്ഥലമായിരുന്നു. എന്നാൽ കാർഷിക ഭൂപരിഷ്കരണ നിയമം വരുന്നതിന് മുമ്പ് ആണ് കൈമാറ്റങ്ങൾ നടന്നത്. അതുകൊണ്ട് തന്നെ ആ കൈമാറ്റങ്ങൾ സാധൂകരിക്കത്തക്കതാണ്. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ വെച്ച രാജമാണിക്യം കമ്മീഷനെ തുടർന്നാണ് കമ്മീഷൻ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിക്കുകയും ക്രയവിക്രയങ്ങൾ തടയുകയും കരമെടുക്കുന്നത് തടയുകയും ചെയ്തത്. ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് കേരള നിയമസഭയിൽ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് രാജൻ അവറുകൾ മറുപടി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ചില കേസുകളിൽ ചില കക്ഷികൾ ഹൈക്കോടതിയെ സമീപിച്ച സന്ദർഭത്തിൽ അവർക്കും ഇളവുകൾ കിട്ടിയിട്ടുണ്ട്. CPM ശാന്തൻപാറ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധി സമ്മേളനം നടന്നു. 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ശാന്തൻപാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ഉടുമ്പൻചോല MLA-യുമായ MM മണി ഉദ്ഘാടനം ചെയ്തു. 2025 ഏപ്രിലിൽ മധുരയിൽ നടക്കുന്ന CPM പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സമ്മേളനങ്ങൾ നടന്നുവരികയാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് 2025 ഫെബ്രുവരിയിൽ കൊല്ലത്തെ സംസ്ഥാന സമ്മേളനം നടക്കുക. ഇതിനു മുന്നോടിയായിട്ടാണ് ഏരിയ കമ്മിറ്റി പ്രതിനിധി സമ്മേളനങ്ങൾ നടന്നുവരുന്നത്. CPM ശാന്തൻപാറ ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന ബ്രാഞ്ചുകളുടെയും ലോക്കൽ കമ്മിറ്റികളുടെയും സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് ഏരിയ സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം നടന്നു. ശാന്തൻപാറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ഉടുമ്പൻചോല MLA-യുമായ MM മണി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നടക്കുന്ന വിപ്ലവത്തെ സംബന്ധിച്ച് നമ്മുടെ മാറ്റി, അതുകൊണ്ടാണ് സോഷ്യലിസ്റ്റ് വിപ്ലവമല്ല, ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് ഇന്ത്യയിൽ നടക്കേണ്ടത്. എനിക്ക് ജനാധിപത്യയുടെ വിജയിച്ചതിന് ശേഷമാണ് അത് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് സ്വാഭാവികമായി പരിവർത്തനം ചെയ്യപ്പെടും എന്ന കാഴ്ചപ്പാടാണ് നമുക്കുള്ളതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കും. അതിന് നിയമവിരുദ്ധമായ മാർഗങ്ങൾ സ്വീകരിക്കണം, നിയമവിധേയ മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കും. പാർലമെന്റിലെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ ഇടപെടും. പാർലമെന്റിലെ ജനാധിപത്യത്തിൽ നമുക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ വിപ്ലവ ദളിത പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കും. ശാന്തൻപാറ ടൗണിലേക്ക് പ്രകടനമായി എത്തി സ്വാഗത സംഘം കൺവീനർ VV ഷാജി പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത്. പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി ആദ്യകാല പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, VN മോഹനൻ, VA കുഞ്ഞുമോൻ, NP സുനിൽകുമാർ, KV ശശി, PS രാജൻ, KS മോഹനൻ, VV മത്തായി തുടങ്ങിയവർ സംസാരിച്ചു. ഞായറാഴ്ച വൈകിട്ട് ശാന്തൻപാറ ടൗണിൽ നടക്കുന്ന പൊതുസമ്മേളനത്തോടുകൂടി ശാന്തൻപാറ ഏരിയ സമ്മേളനം സമാപിക്കും.
CPM അടിമാലി ഏരിയ സമ്മേളനം സമാപിച്ചു. ചാണ്ടി പി അലക്സാണ്ടറിനെ വീണ്ടും അടിമാലി ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. കുഞ്ചിത്തണിയിൽ നടന്ന പൊതുസമ്മേളനം LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPM 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് കുഞ്ചിത്തണിയിൽ അടിമാലി ഏരിയ സമ്മേളനം നടന്നത്. 3 ദിവസങ്ങളായി ക്രമീകരിച്ചിരുന്ന സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന റെഡ് വോളണ്ടിയർ മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ചാണ്ടി പി അലക്സാണ്ടറിനെ വീണ്ടും അടിമാലി ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. 21 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. പൊതുസമ്മേളനം LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ശ്രമിച്ചു വരികയാണ്. നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് ഇവിടെ കൃഷിക്കാരനെതിരായി വരുന്ന നീക്കങ്ങളെ തടയാൻ എല്ലാ നടപടികളുമായി മുമ്പോട്ട് പോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പരിശ്രമിച്ചു വരികയാണ്. ഈ അനുഭവത്തിൽ നിന്നെല്ലാം നിന്ന് ഈ അവകാശങ്ങൾ എങ്ങനെ നേടി? 10 സെന്റുകാരന് 10 സെന്റ് ഭൂമിയുടെ അവകാശം, കുടികിടപ്പ് അവകാശം, മിച്ചഭൂമി 15 ഏക്കർ ഭൂമി പരിധി നിർണയിച്ചു. ആ പരിധിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് തോട്ടഭൂമി മാത്രമാണ്. അത് നാണ്യങ്ങളുടെ പ്രാധാന്യവും തൊഴിലാളി ജോലിയുടെയും അടിസ്ഥാനത്തിലാണ് തോട്ടങ്ങൾക്ക് ചില ഒഴിവ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള നേട്ടങ്ങളാകെ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നപ്പോൾ മാത്രമാണ്. സമ്മേളനത്തിൽ ചാണ്ടി പി അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. MM മണി MLA, KV ശശി, ശൈലജ സുരേന്ദ്രൻ, TK ഷാജി, A രാജ MLA, KR ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. 12 ലോക്കൽ സമ്മേളനത്തിൽ നിന്നും തെരഞ്ഞെടുത്ത 125 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. 140 ബ്രാഞ്ച് സമ്മേളനങ്ങളും 12 ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച ശേഷമാണ് അടിമാലി ഏരിയ സമ്മേളനം നടന്നത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ അഴിമതി ഭരണത്തിനെതിരെ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 14 വർഷക്കാലമായി പഞ്ചായത്ത് ഭരിക്കുന്ന LDF ഭരണസമിതി യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ 14 വർഷക്കാലമായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന LDF ഭരണസമിതി അഴിമതിയല്ലാതെ യാതൊന്നും നടത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേടുകളും പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണത്തിലെ കെടുകാര്യസ്ഥിതിയും ഉദാഹരണങ്ങളാണ്. മണ്ഡലകാലത്തെ പ്രധാന ഇടത്താവളമായ വണ്ടിപ്പെരിയാറിൽ തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യമില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷം 30% മാത്രമാണ് പദ്ധതി വിഹിതം ചെലവഴിച്ചതെന്നും നേതാക്കൾ ആരോപിച്ചു. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ചും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചത്. കോൺഗ്രസ് വാളാടി മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണയിൽ വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കുഴുമമാക്കൽ അധ്യക്ഷനായിരുന്നു. വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആന്റപ്പൻ സ്വാഗതം ആശംസിച്ചു. KPCC രാഷ്ട്രീയകാര്യ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ജോസഫ് വാഴയ്ക്കൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 14 വർഷക്കാലമായി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഭരിക്കുന്ന LDF ഭരണസമിതി യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഭരിക്കുന്ന അഴിമതി ഭരണത്തിൽ നിന്നും പ്രസിഡന്റ് രാജിവയ്ക്കണമെന്നും ജോസഫ് വാഴയ്ക്കൻ പറഞ്ഞു. നാടിന്റെ വികസനം നടക്കേണ്ടത്. ആ കിട്ടുന്ന പൈസ 3 ഗഡുവായിട്ട് ഇവിടെ കിട്ടും. അത് ചെലവഴിക്കാതിരുന്നാൽ നേരെ സർക്കാരിലേക്ക് തിരിച്ചു പോവുക. അപ്പൊ സർക്കാർ അതിനു വേണ്ടിയുള്ള ചില കുതന്ത്രങ്ങൾ നടത്തി. ഇത് സർക്കാരിന്റെ തമ്മിലുള്ള ഒത്തുകളിയുണ്ട് ഇതിനകത്ത്. ഇത് സമയത്ത് വാങ്ങാതിരിക്കുക, സമയത്ത് കിട്ടാതിരിക്കുക, അവസാനം കാലാവധി കഴിയുമ്പോഴേക്കും മാർച്ച് 31 കഴിയുന്നതോടുകൂടി ഇത് തിരിച്ച് വീണ്ടും അങ്ങോട്ട് പോകുന്ന ഒരവസ്ഥ. ഇതിനു വേണ്ടി ഒരു ഒത്തുകളി ഇവിടെ നടത്തുകയാണ്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പ്രസിഡന്റാണ്. അപ്പോൾ ഓർത്ത് നോക്കണം ബാക്കിയുള്ള പ്രസിഡന്റുമാരുടെ അവസ്ഥ എന്താകുന്നു. DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സിറിയക് തോമസ്, ഷാജി പൈനാടത്ത്, R ഗണേശൻ, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട്, നേതാക്കളായ PR അയ്യപ്പൻ, KA സിദ്ദിഖ്, VG ദിലീപ്, S ഗണേശൻ, M ഉദയസൂര്യൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാരി ബിനിശങ്കർ, ജില്ലാ സെക്രട്ടറി ഷാൻ അരുവിപ്ലാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ശ്വസിക്കുന്ന വായുവിനൊഴിച്ച് എല്ലാത്തിനും സംസ്ഥാന സർക്കാർ നികുതി വർദ്ധിപ്പിച്ചെന്ന് KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജകുമാരി ടൗണിൽ നടന്ന പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ ദുർഭരണത്തിനും അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിനുമെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജകുമാരി ടൗണിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ശ്വസിക്കുന്ന വായുവിനൊഴിച്ച് എല്ലാത്തിനും സംസ്ഥാന സർക്കാർ നികുതി വർദ്ധിപ്പിച്ചെന്ന് അദ്ദേഹം ആരോപിച്ചു. കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു, ഭൂമിയുടെ നികുതി വർദ്ധിപ്പിച്ചു, ഇന്ധന ചാർജ് വർദ്ധിപ്പിച്ചു, പാവപ്പെട്ട വെള്ളക്കരം വർദ്ധിപ്പിച്ചു, ശ്വസിക്കുന്ന വായുവിനൊഴിച്ച് മുഴുവൻ നികുതികളും ഈ നാട്ടിലെ ജനങ്ങളെ നികുതി കൊള്ളയിൽ. എന്തിനാണ് നിങ്ങൾ ഇന്ധന സെസ് ഏർപ്പെടുത്തിയത്? 2 രൂപ പെട്രോളിനും ഡീസലിനും. കേരളത്തെക്കാൾ 3 രൂപയും 4 രൂപയും കുറവിൽ തമിഴ്നാട്ടിൽ ഇന്ധനം കിട്ടുന്നു. കേരളത്തെക്കാൾ 10 രൂപ കുറവിൽ പെട്രോളും ഡീസലും കർണാടകത്തിൽ ലഭിക്കുന്നു. നിങ്ങൾ ഈ ഇന്ധന കൊള്ളയ്ക്കൊപ്പം സെസ് ഏർപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു ക്ഷേമ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കുന്നു. എന്തിനു വേണ്ടിയാ സ്നേഹിതരെ അന്നയും മറിയക്കുട്ടിയും ഭിക്ഷാപാത്രവുമായി സമരം ചെയ്തത്? അവർക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല. 6 മാസമായി കേരളത്തിലെ പാവപ്പെട്ടവർ കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല. അംഗൻവാടിയിലെ കുട്ടികൾക്ക് കൊടുക്കേണ്ട മുട്ടയും പാലും കൊടുക്കുന്നില്ല. മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ടിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനത്തോടുകൂടിയാണ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചത്. DCC അംഗങ്ങളായ പിയൂസ് കറിയ, ഷാജി കൊച്ചുകരോട്ട, മണ്ഡലം ഭാരവാഹികളായ സുനിൽ വാരിക്കാട്ട, സജോ പന്തത്തല, PR സദാശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ കരോൾ ഗാന മത്സരമായ കാൻഡിക് ഡി നോയൽ 5ാം സീസൺ ഡിസംബർ 14-ന് ലബഗഡ JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കും. സംസ്ഥാനത്തുടനീളമുള്ള 15 കരോൾ ഗാന ടീമുകൾ മത്സരിക്കുമെന്ന് അധികൃതർ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CST സഭ സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് തടത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. ചലച്ചിത്ര പിന്നണി ഗായകൻ ലിബിൻസ് കറിയയാണ് വിധികർത്താവ്. JPM B.Ed കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോണി S. റോബർട്ട്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ V. എന്നിവർ വിശിഷ്ട അതിഥികളാകും. സംസ്ഥാനത്തുടനീളമുള്ള 15 കരോൾ ഗാന ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. ആദ്യ 5 സ്ഥാനക്കാർക്ക് യഥാക്രമം 25,000, 15,000, 10,000, 5,000, 4,000 എന്നിങ്ങനെ ക്യാഷ് അവാർഡുകൾ നൽകും. JPM ആർട്സ് ആൻഡ് സയൻസ് B.Ed കോളേജുകൾ ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കോളേജിലെ വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിക്കും. ജോൺ പോൾ മെമ്മോറിയൽ B.Ed കോളേജും JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കരോൾ ഗാന മത്സരം കാൻഡിക് ദി നോയൽ എന്ന പേരിൽ അറിയപ്പെടുകയാണ്. കാൻഡിക് ദി നോയൽ എന്ന വാക്കിന്റെ ഫ്രഞ്ചിൽ നിന്ന് വരുന്നതാണ്. ഇതിന്റെ അർത്ഥം ക്രിസ്മസ് ഗാനമെന്നാണ്. ഈ വരുന്ന ഡിസംബർ 14-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും ഓർമ്മപ്പെടുത്തലാണ് ഈ കരോൾ ഗാന മത്സരത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ കരോൾ ഗാന മത്സരമാണ് കാൻഡിക് ദി നോയൽ. കഴിഞ്ഞ 4 സീസണിലൂടെ വിജയകരമായി പൂർത്തിയാക്കി 5ാമത്തെ സീസണിലേക്ക് ഡിസംബർ 14-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് പ്രവേശിക്കുകയാണ്. കേരളത്തിലെയും ഏറെ പ്രത്യേകമായി ഹൈറേഞ്ചിലെ വിവിധ പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നും ദേവാലയത്തിൽ നിന്നുമുള്ള പ്രശസ്ത കരോൾ ഗാന ടീമുകളാണ് ഇത്തവണ മത്സരാർത്ഥികളാകുന്നത്. വിജയികൾക്ക് 1ാം സമ്മാനമായി 25,000 രൂപയും 2ാം സമ്മാനമായി 15,000 രൂപയും 3ാം സമ്മാനമായി 10,000 രൂപയും 4ാം സമ്മാനമായി 5,000 രൂപയും 5ാം സമ്മാനമായി 4,000 രൂപയും നൽകുകയാണ്. വാർത്താ സമ്മേളനത്തിൽ JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ്, ബെർസർ ഫാദർ ചാൾസ് തോപ്പിൽ, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ലഫ്റ്റനന്റ് സജീവ് തോമസ്, ടോംസൺ ജോസഫ്, നിതിൻ അമൽ ആന്റണി എന്നിവർ പങ്കെടുത്തു. ദേശീയ പരിസ്ഥിതി പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 100 കുട്ടികൾക്കായി കട്ടപ്പനയിൽ കിസ്, വാട്ടർ കളർ പെയിന്റിംഗ് തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ S. ഷാജി ഉദ്ഘാടനം ചെയ്തു.
ദേശീയ പരിസ്ഥിതി പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ LP, UP, HSS വിഭാഗങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 100 കുട്ടികൾക്കാണ് പരിസ്ഥിതി ക്വിസ്, വാട്ടർ കളർ പെയിന്റിംഗ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന മത്സരം ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ S. ഷാജി ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയങ്ങൾ ഇത് രൂപപ്പെടുത്തിക്കൊണ്ട് നമ്മളിലൂടെ, അതായത് നിങ്ങളിലൂടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങളിലൂടെ നമുക്ക് സാധിക്കും. പരിസ്ഥിതിയോടനുബന്ധിച്ചാണ് മത്സരങ്ങൾ നടത്തിയത്. ഇതിൽ കാട്ടുകൊമ്പൻ പടയപ്പയുമായി ബന്ധപ്പെട്ടുള്ള വാട്ടർ കളറിംഗ് മത്സരം ഏക ആകർഷണീയമായിരുന്നു. ഓയിസ്ക ഇന്റർനാഷണൽ സൗത്ത് ഇന്ത്യൻ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ നരിയമ്പാറ മന്ന മെമ്മോറിയൽ സ്കൂളിലെ വിദ്യാർത്ഥിനി S. അനന്തലക്ഷ്മിയെ യോഗത്തിൽ അനുമോദിച്ചു. ഓസാനം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു K. മാത്യു അധ്യക്ഷനായി. ഓയിസ്ക ജില്ലാ പ്രസിഡന്റ് പാറത്തോട് ആന്റണി, വിമൻസ് ഫോറം കൺവീനർ ആനി ജബരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ ഹരിതസേന ജില്ലാ കോർഡിനേറ്റർ ബാബു സെബാസ്റ്റ്യൻ നേതൃത്വം നൽകി. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് തല അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചു. മന്ദാരം സീസൺ 3 എന്ന പേരിൽ മുരിക്കാശ്ശേരി സെന്റ് മേരീസ് LP സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ അടുത്ത തലമുറയാണ് ഇന്നത്തെ ശിശുക്കൾ. അവർക്ക് വേണ്ട പരിരക്ഷ, പ്രോത്സാഹനം എന്നിവ ഉറപ്പുവരുത്തേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. പഠന വിഷയങ്ങളിൽ മാത്രമല്ല, കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും അവസരം ഒരുക്കുക എന്നതാണ് കലോത്സവത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി കലോത്സവം മന്ദാരം സീസൺ 3 എന്ന പേരിൽ മുരിക്കാശ്ശേരി സെന്റ് മേരീസ് LP സ്കൂളിലാണ് സംഘടിപ്പിച്ചത്. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ പഞ്ചായത്തിനെ സംസദ് ആദർശ് ഗ്രാമ യോജന പദ്ധതിയായി ഉൾക്കൊള്ളിച്ചപ്പോൾ അന്ന് നമ്മൾ ഏറ്റെടുത്ത പ്രഥമ പരിഗണന നൽകിയത് അംഗൻവാടികൾക്കാണ്. അംഗൻവാടികൾ അതിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഫണ്ടുകൾ ലഭിക്കാൻ, ഇപ്പോൾ നമുക്ക് വകുപ്പ് തലത്തിൽ ലഭിക്കുന്ന ഫണ്ടും ഇപ്പോൾ സ്മാർട്ട് അംഗൻവാടി കൺസെപ്റ്റ് ഒക്കെ വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകമായ പ്രോജക്റ്റിലൂടെ സ്മാർട്ട് അംഗൻവാടി, എല്ലാം സ്മാർട്ട് അംഗൻവാടി ആകണം ഭാവിയിൽ എന്നുള്ളതാണ് പോളിസി. പഞ്ചായത്തിലെ 30 അംഗനവാടികളിൽ നിന്നായി 300ഓളം കുട്ടികൾ മത്സരങ്ങളിലും കലാപരിപാടികളിലും പങ്കെടുത്തു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് സമാപന യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോണിയോ എബ്രഹാം വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജിമോൻ തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോളി സുനിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തോമസ് അരയത്തിനാൽ, സുരേഷ് സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും മണ്ണൻമേട് ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന കേരളോത്സവത്തിന് തുടക്കമായി. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുക. കേരളോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക റാലിയും നടന്നു. കേരള നടനം, ലളിതഗാനം, മാപ്പിളപ്പാട്ട്, നാടോടിപ്പാട്ട്, കഥകളി, ഓട്ടംതുള്ളൽ, ഓട്ടമത്സരം, ഫുട്ബോൾ, ക്രിക്കറ്റ് തുടങ്ങിയ മത്സരങ്ങളും നടക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ നീർനാങ്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി. 2007 കേരളോത്സവം സംസ്ഥാനത്ത് ആദ്യമായി സംഘടിപ്പിച്ചത്. ഈ കേരളോത്സവം ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാഭ്യാസം ചെയ്തതിനു ശേഷം വേറൊരു മത്സരങ്ങൾ മാറ്റിവെക്കാൻ വേദിയില്ലാതെ ഇരിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി മാത്രം 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രോഗ്രാമാണ് ഈ കേരളോത്സവം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തോമസ് ജോൺ, മാരി അറുമുഖം, സിൽവി ശേഖർ, ഷൈനി റോയി, അന്നമ്മ ജോൺസൺ, സന്ധ്യ രാജ, GP രാജൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ ലിജിമോൾ ഷിബു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി റോബർട്ട് T എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് സംസ്ഥാന കർഷക അവാർഡ് കരസ്ഥമാക്കിയ രവീന്ദ്രൻ ചെമ്പകശ്ശേരിയെ ആദരിച്ചു. ഡിസംബർ 8 നടക്കുന്ന സമാപന സമ്മേളനം ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്യും.
അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ കേരളോത്സവത്തിന് തുടക്കമായി MLA വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. കേരളോത്സവത്തോടനുബന്ധിച്ച് വിളംബര റാലിയും നടന്നു. ഡിസംബർ 6, 7, 8 തീയതികളിലായിട്ടാണ് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനു മുന്നോടിയായിട്ട് ഹരിതകർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തി വിളംബര റാലിയും നടന്നു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ അധ്യക്ഷയായിരുന്നു. യുവജനങ്ങളുടെ കലാപരവും സാംസ്കാരിക കായികവുമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളോത്സവ പരിപാടികൾ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുന്നതെന്ന് MLA വാഴൂർ സോമൻ പറഞ്ഞു. എല്ലാ പഞ്ചായത്തുകളിലും യുവജന ക്ഷേമ ബോർഡിൻ്റെ സഹകരണത്തോടെ പഞ്ചായത്തുകൾ ഈ മേളകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ കുട്ടികൾക്ക് അവരുടെ കായിക രംഗങ്ങളിലുള്ള പ്രതിഭ തെളിയിക്കുവാനുള്ള സുവർണാവസരമാണ് ഇതിലൂടെ ലഭിക്കുക. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ ക്ലബ്ബുകളെയും സഹകരണത്തോടെയാണ് കേരളോത്സവം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളായി നടക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ, വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി അജി TR, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈമോൾ രാജൻ, ജോമോൻ വെട്ടിക്കാലായിൽ, നിഷാമോൾ ബിനോജ്, സോണിയ ജെറി, സവിത ബിനു, ശൈലജ വിനോദ്, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. സജിദാസ് ക്രിയേറ്റീവ് അക്കാദമിയും ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളും സംയുക്തമായി കട്ടപ്പനയിൽ ലൈവ് കാരിക്കേച്ചർ ഷോയും കാർട്ടൂൺ പഠന ശിബിരവും സംഘടിപ്പിച്ചു. കേരള കാർട്ടൂൺ അക്കാദമി വൈസ് ചെയർമാൻ അനൂപ് രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പ്രമുഖ കാർട്ടൂണിസ്റ്റുകളെയും കാരിക്കേച്ചറിസ്റ്റുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പരിപാടി നടത്തിയത്. കേരള കാർട്ടൂൺ അക്കാദമി വൈസ് ചെയർമാൻ അനൂപ് രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡോൺ ബോസ്കോ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ വിപിൻ ഇളമ്പാശ്ശേരിൽ അധ്യക്ഷനായിരുന്നു. കേരള കാർട്ടൂൺ അക്കാദമി അംഗങ്ങളായ രതീഷ് രവി, സജീവ് ശൂരനാട്, KVM ഉണ്ണി, വിനു VS, സുഭാഷ് കലൂർ, സജിദാസ് മോഹൻ എന്നിവർ കാർട്ടൂൺ ഷോ നയിച്ചു. ഞങ്ങൾ ഇത്തരത്തിൽ ഓരോ മാസങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ചിട്ടപ്പെടുത്താറുണ്ട്. വിവിധ ജില്ലകളിലും വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കട്ടപ്പന ഡോൺ ബോസ്കോ സ്കൂളിലേക്ക്, നമ്മൾ ഇടുക്കിയിലേക്ക് വിവിധ ജില്ലകളിൽ നിന്നുള്ള ഈ കാർട്ടൂണിസ്റ്റുകൾ, ഇവിടെ തത്സമയ കാരിക്കേച്ചർ രചന, അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ, ഇതുമായി ബന്ധപ്പെട്ട സെമിനാറുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഇടുക്കിയിൽ, പ്രത്യേകിച്ച് കട്ടപ്പന പോലുള്ള സ്ഥലത്ത് ഇത് നടക്കുമ്പോൾ കട്ടപ്പനയിലെ കുട്ടികൾക്കും ഈ ഇത്തരം കലകളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇത് വലിയ പ്രചോദനമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ക്യാമ്പിൽ പങ്കെടുത്ത 100-ലധികം കുട്ടികളുടെ തത്സമയ കാരിക്കേച്ചർ കാർട്ടൂണിസ്റ്റുകൾ വരച്ചത് മികച്ച അനുഭവമായി. ഡോൺ ബോസ്കോ സ്കൂൾ ജനറൽ കോർഡിനേറ്റർ ജോജോ എബ്രഹാം പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഉപ്പതറ പുതുക്കട കാറ്റാടിക്കവല റോഡിന്റെ ഇരുഭാഗങ്ങളിലും കാട് വളർന്നു നിൽക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. കൊടും വളവുകളുള്ള റോഡിന്റെ പല ഭാഗത്തും ഇത്തരത്തിൽ കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ട്. ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കും വിധം വളർന്നു നിൽക്കുന്ന കാടുകൾ വെട്ടിമാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. ഉപ്പതറയിൽ നിന്നും ഏലപ്പാറയിലേക്ക് എളുപ്പമാർഗം എത്തിച്ചേരാവുന്ന റോഡാണ് കാറ്റാടിക്കവല ചുയന്തല റോഡ്. പീരുമേട് ഫാക്ടറി ഭാഗം മുതൽ പുതുക്കട കാറ്റാടിക്കവല വരെ റോഡിന്റെ ഇരുഭാഗങ്ങളിലും വലിയ തോതിൽ കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. റോഡിന് താരതമ്യേന വീതി കുറവായതിനാൽ എതിർദിശയിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾ കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നത് മൂലം കാണാൻ സാധിക്കില്ല. ഉപ്പതറയിലും പരിസര പ്രദേശങ്ങളിലും മെയിൻ റോഡുകളുമായി ടച്ച് ചെയ്ത് നിൽക്കുന്ന, മെയിൻ റോഡുകളിലേക്ക് വളർന്നു നിൽക്കുന്ന കാടുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും മറ്റ് സാംസ്കാരിക സംഘടനകൾ, ബഹുജന സംഘടനകളൊക്കെ, ഒരുപാട് സംഘടനകൾ ഇതുപോലുള്ള പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നാട്ടിലുണ്ട്. അവരെ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കാടുകൾ വെട്ടി റോഡിന് സംരക്ഷണം ഉറപ്പാക്കിയില്ലെങ്കിൽ നിരവധിയായ വാഹനങ്ങൾ, ആയിരക്കണക്കിന് വാഹനങ്ങൾ റോഡിലൂടെ ഒഴുകുന്ന ഒരവസ്ഥയാണുള്ളത്. അടിയന്തരമായി കാടുകൾ വെട്ടിമാറ്റി വരും ദിവസങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മേൽനടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കൊടും വളവുകളുള്ള റോഡിലാണ് ഇത്തരത്തിൽ കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നത്. മണ്ഡലകാലമായതിനാൽ ഇതുവഴി ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങളും കടന്നുപോകുന്നുണ്ട്. അധികൃതർ വിഷയത്തിൽ ഇടപെട്ട് എത്രയും വേഗം റോഡിലേക്ക് വളർന്നു നിൽക്കുന്ന കാടുപടലങ്ങൾ വെട്ടിമാറ്റണമെന്നാണ് ആവശ്യം. അടിമാലിയിൽ LIC ഏജന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം നടന്നു. സൊസൈറ്റിയുടെ 20ാമത് വാർഷിക പൊതുയോഗമാണ് സംഘടിപ്പിച്ചത്. സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് മാത്യു മാനുവൽ അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റിയുടെ 20ാമത് വാർഷിക പൊതുയോഗമാണ് നടന്നത്. ഞാൻ അതിൻ്റെ ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച്, ഞാൻ പ്രസിഡന്റായിരുന്ന ഒരു കാലഘട്ടം ഉൾപ്പെടെ എന്ന് പരിശോധിച്ചാൽ ഏറ്റവും വലിയ പങ്കാളിത്തമാണ് ഈ പൊതുയോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഇതിൻ്റെ ഭരണസമിതിയെ, പ്രത്യേകിച്ച് പ്രസിഡന്റ്, സെക്രട്ടറി, അതിൻ്റെ ഭരണസമിതി
അവർ വളരെ തീക്ഷ്ണമായി ഇടപെട്ടുകൊണ്ട് എല്ലാ ആളുകളും വരാൻ വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം നടത്തുന്നതിൻ്റെ ഭാഗം കൂടിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സംഘം, നമ്മുടെ ഈ മേഖലയിൽ, നമ്മുടെ താലൂക്കിൽ ഈ ലാഭവിഹിതം കൊടുക്കുന്ന സഹകരണ സംഘങ്ങളില്ല. എൻ്റെ അറിവിൽ ഈ മറയൂർ സഹകരണ ബാങ്ക് മാത്രമാണ് കൊടുക്കുന്നത്. മറ്റ് ഇനി അതർ സൊസൈറ്റീസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ആരംഭിക്കുകയും നമ്മൾ മുമ്പോട്ട് പോവുകയും നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ ഭംഗിയായി പ്രവർത്തിക്കുകയും സ്വന്തമായി ആസ്ഥാനം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളുടെ സംവിധാനങ്ങളുടെ പോകാൻ കഴിയുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, വളരെ വലിയ കാര്യമാണ്. സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് മാത്യു മാനുവൽ അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ വിവിധ പരീക്ഷകളിൽ മികവ് തെളിയിച്ച കുട്ടികളെ അനുമോദിച്ചു. 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും കണക്കുകളും 2023-24 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. സൊസൈറ്റിയുടെ ഭാഗമായ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. ഉപ്പുതറ കൃഷിഭവന് സമീപം നാട്ടുകാർക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണി സൃഷ്ടിച്ച് വൈദ്യുതി ലൈനും പോസ്റ്റിൽ വലിയ രീതിയിൽ കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ഉപ്പുതറ കൃഷിഭവനും വാട്ടർ അതോറിറ്റിയുടെ ഓഫീസും സ്ഥിതി ചെയ്യുന്ന 9 ഏക്കർ സെമിത്തേരി റോഡിൽ സ്ഥിതി ചെയ്യുന്ന പോസ്റ്റുകളാണ് KECBയുടെ അനാസ്ഥ മൂലം ആളുകളുടെ ജീവന് ഭീഷണിയായിരിക്കുന്നത്. 11 kV ലൈനുകൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പോസ്റ്റുകളിൽ വലിയ രീതിയിൽ കാടുപടലങ്ങൾ വളർന്നു നിൽക്കുകയാണ്. വിദ്യാർത്ഥികളും സർക്കാർ ഓഫീസുകളിലേക്ക് ഉൾപ്പെടെയുള്ള ആളുകളും എത്തുന്ന പാതയിലാണ് ഈ പ്രതിസന്ധി നിലനിൽക്കുന്നത്. അതുപോലെ ഈ മരത്തിന്റെ ലൈൻ കമ്പിൾ മണ്ടയിലോട്ട് കിടക്കുന്ന കാട് ഒരു ഇടി വെട്ടുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം കത്തിപ്പോവാണ്. അതുപോലും വെട്ടിമാറ്റാനായിട്ട് അതിനൊരു പോസ്റ്റൊക്കെ ഇട്ട് 1-2 മാസമായി. ആ കാണുമ്പോൾ തന്നെ ആ മരം അത്ര മടങ്ങി കിടക്കുന്ന 2 മാസത്തിന് മേലുള്ള വളർച്ചയാക്കാൻ അവർ ഈ കാട് കൊണ്ട് വീട്ടിൽ നിൽക്കാൻ പലപ്പോഴും പിള്ളേർക്കാരും നടന്നു പോകാം. ടാറിങ്ങിൻ്റെ സൈഡിൽ കൂടി വണ്ടി പോകും, ടാറിങ്ങിൽ കൂടി തന്നെ പിള്ളേരും പോകാം. അപകടം ഇവിടെ വെച്ചൊരു വണ്ടി അവിടെ ഉണ്ടാവുകയും ചെയ്താൽ മഴ പെയ്യുമ്പോഴത്തേക്ക് ഇടിമിന്ന് ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ ഷോർട്ടാകും. താഴത്തെ പെണ്ണുങ്ങൾ അവിടെ പണിയുന്ന പെണ്ണുങ്ങൾ പലവട്ടം ഇവിടെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വോട്ടുകാരോട്. അവർക്ക് ഈ ലൈനാണ് തീമിഞ്ഞും. നിരവധി തവണ KECB ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആരോപണം. അടിയന്തരമായി വൈദ്യുതി ലൈനുകളിലും പോസ്റ്റുകളിലേക്കും വളർന്നു നിൽക്കുന്ന കാടുകൾ വെട്ടിമാറ്റണമെന്നാണ് ആവശ്യം. ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും. ഡിസംബറിന്റെ ആദ്യവാരം തന്നെ ക്രിസ്മസ് വിപണികൾ സജീവമായി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ അലങ്കാര വസ്തുക്കൾ വിപണി കീഴടക്കി കഴിഞ്ഞു. കട്ടപ്പന എസ്മാർട്ടിൽ ക്രിസ്മസ് കളറാക്കാൻ അലങ്കാര വസ്തുക്കളുടെ വലിയ ശേഖരമാണ് ഒരുക്കി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950.
28 വർഷത്തിലേറെയായി പഴമയുടെ തനിമ നിലനിർത്തി കാഞ്ചിയാർ വെള്ളിലാങ്കണ്ടത്തെ ഒരു കുഞ്ഞൻ ചായക്കട. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇവിടുത്തെ പലഹാരങ്ങളുടെയും മറ്റു ഭക്ഷണങ്ങളുടെയും രുചിപ്പെരുമ നിലനിർത്തിയാണ് രവീന്ദ്രൻ ചേട്ടനും ഭാര്യ ഗിരിജയും ഈ കുഞ്ഞൻ ചായക്കട നടത്തിവരുന്നത്. രവീന്ദ്രൻ ചേട്ടന്റെ വെള്ളിലാങ്കണ്ടത്തെ അച്ചൂസ് ടീ ഷോപ്പിലെ അലമാരയിൽ പലഹാരങ്ങൾ നിറഞ്ഞുകിടക്കുന്നത് തന്നെ ഒരഴകാണ്. മൊരിഞ്ഞ ഒരു ബോണ്ടയോ അല്ലെങ്കിൽ പത്തിരിയോ, കൂടെ ഒരു ചായയും. ആഹാ അന്തസ്! 28 വർഷത്തിലേറെയായി രവീന്ദ്രന്റെയും ഭാര്യ ഗിരിജയുടെയും കൈപുണ്യത്തിന്റെ നാടൻ രുചി നാട്ടുകാർക്ക് സുപരിചിതമാണ്. ഓടിട്ട കടയുടെ തിണ്ണയിൽ ചായയും കടിയും കഴിച്ച് സൊറ പറഞ്ഞിരിക്കുന്ന നാട്ടുകാരെ ഇവിടെ എപ്പോഴും കാണാം. മലയോര ഹൈവേയിൽ വെള്ളിലാങ്കണ്ടം ജംഗ്ഷനിലാണ് ഈ കുഞ്ഞൻ ചായക്കട. രവീന്ദ്രൻ, ഗിരിജ ദമ്പതികൾ നടത്തുന്ന കടയിൽ ചായയും പലഹാരങ്ങളും കഴിക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. ആദ്യമേ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് വയ്യാതെ വന്നപ്പം പിന്നെ ഞങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 24 വർഷമായി. നമ്മളിപ്പം 3 പേര് മാത്രമേ ഉള്ളൂ ഇവിടെ. ഉണ്ടാക്കുന്നത് പൊറോട്ട, അപ്പം, പിന്നെ പത്തിരി, ബോണ്ട, പരിപ്പുവട, ഉള്ളിവട, വടി, കേക്ക്, ഇത്തരം സാധനങ്ങൾ, പഴയ സാധനങ്ങൾ തന്നെ ഇപ്പോഴും ചുറ്റുപേർക്ക് കൊടുക്കുന്നത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ. ചെറുകടികൾക്കൊപ്പം പൊറോട്ടയും കറികളും ഇവിടെ വിളമ്പുന്നു. ഗിരിജയുടെ അച്ഛനാണ് ഇവിടെ ചായക്കട ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം ഗിരിജയുടെ അമ്മ ഏറ്റെടുത്തു. പിന്നീട് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അമ്മയും പിൻവാങ്ങിയതോടെ ആ രുചിപ്പെരുമ രവീന്ദ്രനും ഗിരിജയും ചേർന്ന് ഏറ്റെടുത്തു. പുലർച്ചെ 4 തുറക്കുന്ന കട രാത്രി 9 അടയ്ക്കുന്നത്. പ്രതിദിനം 400-ലേറെ പലഹാരങ്ങൾ ഇവിടെ തയ്യാറാക്കി വിൽക്കുന്നു. ഹൈവേയിലൂടെ കടന്നുപോകുന്ന ആളുകളുടെയും ഇഷ്ടയിടമാണ് രവീന്ദ്രന്റെ ചായക്കട. മൊരിഞ്ഞ ബോണ്ടയും പത്തിരിയുമാണ് ആളുകൾക്ക് ഏറെ ഇഷ്ടം. കൂടാതെ സുഗിയൻ, ഉള്ളിവട, പരിപ്പുവട, തനി നാടൻ പലഹാരങ്ങളെല്ലാം ഇവിടെയുണ്ട്. പൊറോട്ടയ്ക്കൊപ്പം സ്പെഷ്യൽ താറാവ് മുട്ടക്കറിയുമാണ് നല്ല കോമ്പിനേഷൻ. ആഹാരം തയ്യാറാക്കുന്നതും ചായ അടിക്കുന്നതും വിളമ്പുന്നതുമെല്ലാം ഈ ദമ്പതികളാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനി ഏലക്കാലയിലെ വിവരം. ആകലോട്ട 213, വിൽപ്പനയ്ക്ക് വന്നത് 54,233, വിൽപ്പന നടന്നത് 51,980, കൂടിയ വില 3,238, ശരാശരി വില 2,949. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 645 രൂപ, ഏലം കൂടിയ വില 2,900, ഏലം ശരാശരി വില 2,500, കാപ്പിപ്പരിപ്പ് 365, ഗ്രാമ്പു 925, കൊക്കോ 100, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,115 രൂപ, വെള്ളി 100. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2 ദിവസങ്ങളിലായി നടന്നുവന്ന CPM കട്ടപ്പന ഏരിയ സമ്മേളനം സമാപിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ BJPയുമായി കോൺഗ്രസ് വോട്ട് കച്ചവടം നടത്തിയെന്നും ഇതിന്റെ പ്രത്യുപകാരമാണ് പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും M. സ്വരാജ്. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറിയായി മാത്യു ജോർജിനെ തെരഞ്ഞെടുത്തു. അടിച്ചാൽ തിരിച്ചടിക്കണമെന്ന് M. മണി MLA. എങ്കിലേ പ്രസ്ഥാനം നിലനിൽക്കൂ. ഞാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പണ്ട് നേരിട്ടടിച്ചിട്ടുണ്ട്.
ബലപ്രയോഗത്തിന്റെ നിയമത്തിൽ ജനങ്ങൾ ശരിയെന്ന് പറയണമെന്നും എം മണി. മണ്ഡലകാലം പകുതി പിന്നിട്ടതോടെ ജില്ലയിലെ കാനനപാതയിലൂടെ തീർത്ഥാടക പ്രവാഹം. 18 ദിവസം കൊണ്ട് കാനനപാതയിലൂടെ ശബരിമലയിലെത്തിയത് 35,000-ലധികം പേർ. ഏറ്റവും അധികം പേർ കാനനപാത ഉപയോഗപ്പെടുത്തിയത് വെള്ളി ശനി ദിവസങ്ങളിൽ. മൂന്നാറിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ പ്രത്യേക ദൗത്യവുമായി വനം വകുപ്പ്. വനം വകുപ്പിന്റെ നടപടി സാധാരണയായി എത്തുന്ന കാട്ടാനകളെ കൂടാതെ കൂടുതൽ കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് എത്തിയതോടെ വനം വകുപ്പിന്റെ ശ്രമം കാട്ടാനകളെ ആനമുടി ദേശീയ ഉദ്യാനത്തിലേക്ക് തുരത്താൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.